ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നിലനിൽക്കുന്നത് എന്ന് ആ ബജറ്റ് അവതരണത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുക. ഇവിടുത്തെ വൻകിട കോപ്പറേറ്റീവുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വാരിക്കോരി ഇളവുകൾ നൽകപ്പെടുന്നതായ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച് വളരെ ദുർബലമായ ജനവിഭാഗങ്ങളെ, തൊഴിലാളികളെ, കർഷകരെ എല്ലാം തന്നെ രണ്ടാതരം പൗരന്മാരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. രണ്ടാമത് നിലനിൽക്കപ്പെടുന്നത് മോട്ടോർ തൊഴിലാളി മേഖലയിലാണ്. ഈ രണ്ട് മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലയും എല്ലാം തന്നെ തകർക്കുന്ന നിലപാടുമായിക്കൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണുകയാണ്. അപ്പൊ നോക്കൂ, കർഷകരുടെ വലിയ തരത്തിലുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നമ്മുടെ രാജ്യം. കർഷകർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഇവിടുത്തെ കർഷകരെ തകർത്തുകൊണ്ട് കോപ്പറേറ്റീവുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച നയം കൊണ്ടുവരികയും നിയമം കൊണ്ടുവരികയും ആ നിയമത്തിനെതിരെ ഒരു വർഷക്കാലം കർഷകരുടെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യം കണ്ടതാണ്. അത്തരമുള്ള സമരത്തിലേക്ക് കാർഷിക മേഖലയിൽ നിൽക്കുന്ന അനുഭവം നമ്മൾ മുന്നിൽ കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രൂപത്തിലേക്കാണ് മോട്ടോർ തൊഴിലാളി മേഖലയിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ. ആ നിയമങ്ങളെല്ലാം തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ഈ തൊഴിലാളികൾ. പ്രത്യേകം മോട്ടോർ തൊഴിലാളികളെല്ലാം തന്നെ പൈസ എങ്ങനെ ഉണ്ടാക്കി ഡിപ്പോസിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല. ദൈനംദിനമായി തങ്ങൾക്കുള്ള വരുമാനം ലഭിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി തങ്ങളുടെ കുടുംബം കഴിയുന്ന അത്തരത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ വിഷമപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകളാണ് മോട്ടോർ തൊഴിലാളി രംഗത്തുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ രണ്ടു തരത്തിലായി. ഇത് കേവലം ഇവിടുത്തെ തൊഴിലാളികളുടെ മാത്രം പ്രശ്നമല്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് നാട്ടിലെ എല്ലാ ജനങ്ങളെയും ബാധിക്കപ്പെടുന്ന. കാരണം മോട്ടോർ തൊഴിലാളിക്ക് ലഭിക്കപ്പെടുന്ന പൈസ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡെപ്പോസിറ്റ് ചെയ്യല്ല, അത് ഇവിടെ ദൈനംദിനമായി ഇവിടെ നാട്ടിൽ ഇറങ്ങുകയാണ്. ആ ഇറക്കപ്പെടുന്ന പൈസ എല്ലാം തന്നെ ഈ നാട്ടിലെ ആളുകളുടെ കൈകളിലെത്തുകയും അതിന്റെ ഭാഗമായി സാമ്പത്തിക മേലടക്കം മെച്ചപ്പെടുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ ആ മേഖലയിൽ നിന്ന് ആളുകളെ ആട്ടിപ്പായിക്കുന്ന സമീപനത്തിലേക്ക് അതിനാവശ്യമായ തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അത് ഇൻഷുറൻസ് മേഖലയെ പരിശോധിക്കപ്പെട്ടാലും ശരി, അതുമായി ബന്ധപ്പെട്ട് ഓരോ നിയമങ്ങൾ വരുന്നത്, അതിന്റെ മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന നിയമങ്ങളിലെല്ലാം തന്നെ അവരെ ഈ മേഖലയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന സമീപനത്തിലേക്ക് മാറുന്ന നിയമങ്ങളുമായി കൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ മാത്രമല്ല, നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ മേഖലയിൽ ഉൾപ്പെടെ സ്വീകരിക്കപ്പെടുന്ന നിലപാടെന്താ? അവിടെ ഒക്കെ തന്നെ ആ തൊഴിലെടുക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ മേഖലയെയും സാധാരണ ജനങ്ങളെ ബാധിക്കപ്പെടുന്ന അത്തരത്തിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകളെയും തൊഴിലിടത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള സമീപനങ്ങളാണ് കേന്ദ്രത്തിൽ 10-11 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി ശക്തമായ പോരാട്ടം നടക്കുക. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പോരാട്ടം. നേരത്തെ പറഞ്ഞ കർഷകരുടെ മാത്രമല്ല, കർഷക തൊഴിലാളി അവരുടെ വലിയ സമരങ്ങൾ നടത്തുകയാണ്. ആദിവാസി വിഭാഗങ്ങൾ സമരങ്ങൾ നടത്തുകയാണ്. വിദ്യാർത്ഥികള്, തൊഴിലാളികള്, വനിതകൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും, ആശാ അംഗൻവാടി ഉൾപ്പെടെയുള്ള ആ മേഖലയിൽ പണിയെടുക്കുന്ന സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ, പാചക തൊഴിലാളി ഉൾപ്പെടെയുള്ള ആളുകൾ, അവർക്ക് ഈ ബജറ്റ് ഉൾപ്പെടെ ഒരു പൈസ നീക്കിവെക്കപ്പെടാത്ത സമീപനം സ്വീകരിക്കപ്പെടുകയാണ്. എല്ലാ വിഭാഗം ഇത്തരത്തിലുള്ള തൊഴിലെടുക്കുന്ന മുഴുവൻ ആളുകളൊക്കെയും ആകമാനം അവരുടെ മേഖലയെ തകർക്കുന്ന, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും തകർക്കപ്പെടുന്ന നിയമങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരും. അപ്പൊ നേരത്തെ ജേട്ടൻ പറഞ്ഞു ലേബർ കോഡിന്റെ വിഷയം. കഴിഞ്ഞ ദിവസം നിങ്ങൾ നോക്കൂ, ഒരു വലിയ പണിമുടക്കിന് രാജ്യം സാക്ഷ്യം വഹിക്കപ്പെട്ടു. എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്നുകൊണ്ടുള്ള വലിയ പണിമുടക്ക്, 24ാമത് പണിമുടക്കിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കപ്പെട്ടത്. ആ പണിമുടക്ക് വളരെ ജീവൽപ്രദമായ മുദ്രാവാക്യങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഉയർത്തപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം തന്നെ തൊഴിലാളികളെ എല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരൊക്കെ തൊഴിലെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അല്ലെ, അതല്ലേ ലേബർ കോഡുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഇത്. അവരുടെ അവകാശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം മുതൽ ലഭിക്കപ്പെട്ടിരുന്ന ആ അവകാശങ്ങൾ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യുന്ന സമീപനം സ്വീകരിക്കപ്പെടുകയാണ്. പുതിയ നിയമത്തിന്റെ ഭാഗമായി അവന്റെ എല്ലാ അവകാശങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുകയാണ്. അവന് തൊഴിലെടുക്കാൻ, അവന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിലേക്കുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ വൻകിടക്കാരായ കോപ്പറേറ്റീവുകളെ സഹായിക്കപ്പെടുന്ന സമരരഹിതമായ സമൂഹം, അതാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. സമരരഹിതമായ സമൂഹം, സംഘടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അതുകൊണ്ട് തൊഴിലിടങ്ങളിൽ ഒന്നും തന്നെ അത്തരത്തിൽ യൂണിയനുകൾ രൂപീകരിക്കപ്പെടേണ്ടതില്ല എന്ന സമീപനമാണ് സ്വീകരിക്കപ്പെടുന്നത്. അതിനുവേണ്ടിയുള്ള നിയമങ്ങളാണ് കൊണ്ടുവരുന്നത്. İnkılap, 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 inkılap.